ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വസന്തോത്സവം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ കറിയാണ്. നമുക്ക് ആവശ്യത്തിന് 2 സവാള, 1 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പച്ചമുളകും കൂടി എടുക്കാം. ഞാനിവിടെ 500 ഗ്രാം ചെമ്മീന് വേണ്ടി 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെമ്മീൻ്റെ അളവിനനുസരിച്ച് സവാളയുടെ എണ്ണത്തിൽ മാറ്റം വരുത്താവുന്നതാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു മാറ്റിയ സവാളയ്ക്ക് കൂട്ടായി 1 കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ആവശ്യത്തിന് പച്ചമുളകും ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിലേക്ക് ഒരു പഴുത്ത തക്കാളി കൂടി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം സ്റ്റൗ ഓണാക്കി മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം ആവശ്യത്തിന് എണ്ണയും ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക്, ഉലുവ, വറ്റൽമുളക്, ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള നല്ല ഗോൾഡൻ കളറാകുമ്പോൾ അതിലേക്ക് മസാലക്കൂട്ടുകളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മസാലക്കൂട്ടുകളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇളകി മറിഞ്ഞ മസാലക്കൂട്ടിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെമ്മീൻ മസാലയുമായി ചേർന്ന് വേകുന്നതിന് വേണ്ടി 15 മിനിറ്റ് നേരത്തേക്ക് പാത്രം അടച്ചു വെച്ച് കാത്തിരിക്കുക. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ച് തേങ്ങാപ്പാലിന്റെ പച്ചമണം മാറുന്നത് വരെ വേവിച്ചെടുക്കാം. ആവി പറക്കുന്ന നാവിൽ കൊതിയൂറും നാടൻ ചെമ്മീൻ കറി ഇതാ ഇവിടെ റെഡിയായിരിക്കുന്നു. വീട്ടിൽ ചെമ്മീൻ വാങ്ങുമ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.